ഉണ്ട് കുഞ്ഞിക്ക, ഇത് കുഞ്ഞിക്ക, ഇബ്രാഹിം കുഞ്ഞിക്ക, പേര് സൈനബ് അല്ലേ? ആരറിയില്ല ഹായ് ഓൾ, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഇതാ ഞാനിപ്പോൾ ട്രെയിനിലാണുള്ളത് കേട്ടോ. ആ ട്രെയിനിൽ ഞാൻ ഒരു യാത്ര പോവാണ്. അപ്പോൾ ഒറ്റക്കാണ് കേട്ടോ, സോളോ ട്രിപ്പായിട്ട് തന്നെയാണ് പോകുന്നത്. എങ്ങോട്ടല്ല, കണ്ണൂർ വരെയാണ് ഞാൻ പോകുന്നത്. അപ്പോൾ രാവിലെ ഇവിടെ നിന്ന് 7 മണിക്ക് ഞാൻ ട്രെയിൻ കയറി. അവിടെ ഒരു 4-4:30 ഒക്കെ ആകുമ്പോഴത്തേക്കാണ് അവിടെ എത്താൻ. അങ്ങനെ ഞാൻ കയറിയത് കണ്ണൂരിലേക്കല്ല, പയ്യന്നൂർ. കണ്ണൂരും കഴിഞ്ഞിട്ട് പിന്നെ പയ്യന്നൂർ സ്റ്റോപ്പിലേക്കാണ് ഞാൻ ഇറങ്ങാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഇത് ആലുവ എത്തിയപ്പോൾ എൻ്റെ അടുത്ത സീറ്റിലേക്ക് ഒരു ഭജന കൂടാൻ പോകുന്ന ഒരു കൂട്ടരുണ്ടായിരുന്നു. അവർ തിരുവല്ല അവയ്ക്കുന്ന് ആലുവയിൽ നിന്നാണ് അവർ ട്രെയിൻ കയറിയത്. അപ്പോൾ അങ്ങനെ ഇതാ പോയിക്കൊണ്ട് നിൽക്കുന്നുണ്ട്. ട്രെയിൻ യാത്രയൊക്കെ ആസ്വദിച്ചിട്ട് തന്നെയാണ് കേട്ടോ പോകുന്നത്. ഒറ്റക്കായി നിന്നുള്ളൊരു ഫീലൊന്നുമില്ല എനിക്ക്. അങ്ങനെ യാത്ര എന്തായാലും ആൾക്കാർ കൂട്ടം കൂടി പോവുകയാണെങ്കിലും ഒറ്റക്ക് പോവുകയാണെങ്കിലും യാത്ര ഞാൻ ആസ്വദിക്കുന്ന ആളാണ് കേട്ടോ. അപ്പോൾ ഇതാ ട്രെയിനൊക്കെ ആണെങ്കിൽ പിന്നെ പറയണ്ട, ഞാൻ പ്രത്യേകം സൈഡ് സീറ്റ് തന്നെ വേണമെന്ന് പറഞ്ഞിട്ട് റിസർവേഷൻ ചെയ്യിച്ചതാണ്. അത് ഭാഗ്യത്തിന് ആ സീറ്റ് തന്നെ കിട്ടി എനിക്ക്. അപ്പോൾ സ്ലീപ്പറൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ AC ആയിരുന്നു, പിന്നെ ചെയറായിരുന്നു കേട്ടോ. എന്നാൽ നല്ല കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ അവിടെ കയറിയപ്പോൾ ഉള്ള വിശേഷം പറയാമെന്ന് വെച്ചാൽ, എനിക്ക് കയറിയപ്പോൾ ഞാൻ കുറച്ച് ബുദ്ധിമുട്ടിട്ടാ വെള്ളവും ചായയൊക്കെ വാങ്ങിക്കാൻ. കാരണം ഗൂഗിൾ പേ എൻ്റെ കയ്യിൽ പൈസ ആയിട്ട് ചില്ലറായിട്ട് ഞാൻ എടുത്ത് പിടിച്ചോട്ടൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ രാവിലെ തന്നെ അവർ ചായക്കാർ കൊണ്ടുവരുന്നിടത്ത്, ഇപ്പോൾ ഇത് കോഴിക്കോട് എത്തിയിട്ടാണ്. കോഴിക്കോട് എത്തിയപ്പോൾ എൻ്റെ കൂടെ അടുത്തിരിക്കുന്നവർ ഇറങ്ങിപ്പോയി. അവരുമായിട്ട് നല്ല കമ്പനിയൊക്കെ ആയിരുന്നു കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അവരുടെ സംസാരമൊക്കെ കേട്ടിട്ട് പോകാൻ. അപ്പോൾ എന്താ പറഞ്ഞു വരുന്നത്, അപ്പോൾ ചില്ലറ ഇല്ലാഞ്ഞിട്ട് ഞാൻ ചായയൊക്കെ വാങ്ങി കുടിക്കാമെന്ന് പറഞ്ഞ് ചായയൊക്കെ വാങ്ങിക്കഴിഞ്ഞപ്പോൾ എനിക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒരു റോയലിലെ പിള്ളേർ കൊണ്ടുവന്ന് തന്നിരുന്നു റെയിൽവേ സ്റ്റേഷനൊക്കെ. അപ്പോൾ അതുകൊണ്ട് ബ്രേക്ക്ഫാസ്റ്റ് ഞാൻ വണ്ടിയിലിരുന്നിട്ടാണ് കഴിച്ചത്. അപ്പോൾ അതിലേക്കൊരു കോഫിയോ ചായയോ വാങ്ങിക്കാമെന്ന് വെച്ച് നോക്കുമ്പോഴത്തേക്ക് ഗൂഗിൾ പേ ചെയ്യാൻ നോക്കുമ്പോഴത്തേക്ക് നെറ്റ്വർക്ക് എറർ കാണിക്കുന്നുണ്ട്. പിന്നെ ഞാൻ മോനെ വിളിച്ച് പറഞ്ഞ് മോൻ അവിടെ നിന്ന് ഗൂഗിൾ പേ ചെയ്ത് കൊടുത്തിട്ടായി 10 രൂപ. അങ്ങനെ ചേഞ്ച് ഇല്ലാഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടായി പോകുന്നുണ്ട്. ആർക്കെങ്കിലും അങ്ങനെ ഒരു അബദ്ധം പറ്റിയിട്ടുണ്ടോ എന്ന് അറിയില്ല. പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അറിയിക്കാട്ടോ നിങ്ങളെ കമൻറ്റിലൂടെ. അപ്പോൾ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക, ഇങ്ങനെ ട്രെയിൻ യാത്ര ബസ് യാത്ര ഒക്കെ ചെയ്യുമ്പോൾ നമ്മുടെ കയ്യിൽ ചില്ലറായിട്ട് എന്തെങ്കിലുമൊക്കെ കരുതി വെക്കാം. എല്ലാരും വിളിക്കാനോ മാത്രം ഇപ്പൊ വളവട്ടാണ് എത്തിയിട്ടാ. വലിയൊരു സൽമാൻ, ചെറിയ സൽമാൻ, വലിയ സൽമാൻ, ഹംദാൻ, ആദലു, കുറേ ഉണ്ടല്ലോ അല്ലേ? സ്കൂൾ ഫ്രണ്ട്സാ? കസിൻസാ. ഹംദാന്റെ സിസ്റ്റർ ഐഷ സ്കൂളിലേക്ക് പോകുന്നുണ്ട്. എനിക്ക് സ്കൂൾ പോകാനായില്ല. നമുക്ക് പോലും അവർക്ക് 2 ആൾക്കും 4 വയസ്സ്. നമുക്ക് ഇത്ര വയസ്സ്, ഐഷക്ക് ഇത്ര വയസ്സ്. പോകാനായല്ലോ, 4 വയസ്സില്ല. അവളെ കൂട്ടാക്കുന്നു. അവള് ഇവിടെ എഴുതിയിട്ടുണ്ട്
ബോൺ ടു ബി എ പ്രിൻസസ് ഉണ്ടാ എഴുതിയത് ബോൺ ടു ബി എ പ്രിൻസസ് അല്ല ആരായിരുന്നു മകൾക്ക് അങ്ങനെ അവർ കാസർഗോട്ടുകാരാണ് കേട്ടോ ആ പിള്ളേർ അവർ ഉമ്മ മുമ്പിലിരിക്കുന്നുണ്ട്. അപ്പോൾ പിള്ളേർക്ക് അവിടെ സീറ്റ് റിസർവേഷനിൽ അവർ വെയിറ്റിംഗ് ലിസ്റ്റ് ആയതുകൊണ്ട് പിന്നെ അവിടെ കാര്യമുണ്ടല്ലോ. അപ്പോൾ പിന്നെ അവിടെ ഇരുന്നിട്ട് അങ്ങനെ ഒരു സംസാരിച്ചിട്ട് നമ്മൾ അവിടെ എത്തിയത് പോലും അറിഞ്ഞിട്ടില്ല കേട്ടോ. കണ്ണൂർ എത്തിയിട്ടാ. അപ്പോൾ ഇവർക്ക് കാസർഗോഡാണ് പോകേണ്ടത്, എനിക്ക് പയ്യന്നൂരും. അപ്പോൾ ഇത് നമ്മളെ നാട്ടിലത്തെ പെട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ കാണുന്നത്. അപ്പോൾ പിന്നെ ഞാൻ ഇറങ്ങാനായപ്പോൾ എന്നെ കൊണ്ടുവന്നിട്ട് എൻ്റെ പെട്ടി കൊണ്ടുവന്ന് ഇറക്കി തന്ന് എന്നെ ഇറക്കിയിട്ട് പാവം പോയി. അപ്പോഴത്തേക്ക് അവൾ എന്നെ വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. മുസ്തുക്ക വണ്ടിയായിട്ട് പുറത്തിരിക്കുന്നുണ്ട്. അവൾ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് വന്നിരുന്നു ട്രെയിനിൻ്റെ അവിടെ. പിന്നെ ഞങ്ങൾ രണ്ടാളും കൂടി പോയി ഇവിടെ വണ്ടിയിൽ പയ്യന്നൂർ റെയിൽവേ സ്റ്റേഷനിൽ ഓള വീട് അടുത്താണ് കേട്ടോ. അങ്ങനെ വീട്ടിലെത്തിയിട്ട് അവർ ഫുഡൊക്കെ കഴിച്ചിരുന്നു. ഞാൻ കാരണം 4:30 ഒക്കെ ആവുമല്ലോ, ഡിലേ ആയിപ്പോയതാ, അല്ലെങ്കിൽ നേരത്തെ എത്തുമായിരുന്നു. അങ്ങനെ അവൾ മന്തിയൊക്കെ ഉണ്ടാക്കി, മട്ടൻ മന്തിയൊക്കെ ഉണ്ടാക്കി റെഡിയാക്കി വെച്ചിരുന്നു. അപ്പോൾ പോയിട്ട് മന്തിയൊക്കെ കഴിച്ചു. പിന്നെ കുറച്ച് റെസ്റ്റൊക്കെ എടുത്തിട്ട് ആങ്ങളൻ്റെ ഹാരിസിൻ്റെ വീട്ടിലേക്ക് ഒന്ന് പോകാമെന്ന് വിചാരിച്ചു. കുറേ പ്രാവശ്യം ഞാൻ ആ വഴിക്ക് പോയിട്ടുണ്ടെങ്കിലും പക്ഷേ ഒരു കല്യാണം സംബന്ധിച്ചൊക്കെ പോകുന്നതുകൊണ്ട് ആ തിരക്ക് കഴിഞ്ഞാൽ തിരിച്ചു വരും. ആരുടെ വീട്ടിലൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ പിന്നെ അവൻ്റെ അടുത്ത് പോകാമെന്ന് പറഞ്ഞിട്ട് പോയി. അവിടെ പോകുമ്പോഴത്തേക്ക് പിന്നെ അവിടെ മക്കൾ കുറേ ചായക്കടിയൊക്കെ ഉണ്ടാക്കി. പിന്നെ ചായയൊക്കെ കുടിച്ച് നമ്മളെ കൂടെ ഓളെ മറ്റേ 2 ആങ്ങളമാരെ ഭാര്യമാരും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. നവാസിൻ്റെതും ഫാറൂഖിൻ്റെയും ഭാര്യമാരും കൂടി ഉണ്ടായിരുന്നു. ബുഷ്രയും റംസീനയും കൂടി ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ പിന്നെ ഞങ്ങൾ മുകളിൽ മക്കളാറകളൊക്കെ നോക്കിയിട്ട് താഴോട്ട് വന്നിട്ട് ചായ കുടിക്കാമെന്ന് വിചാരിച്ചിട്ട് മുകളിലോട്ട് കയറിയതാണ്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഹരീസ് വീട് വെച്ച ശേഷം ഞാൻ പോയിട്ടുണ്ടായിരുന്നില്ല. കാരണം ഇവിടെ നമ്മളൊരു കല്യാണത്തിന് കൂടാൻ പോകുമ്പോൾ അവിടെ എല്ലാവരും ഉണ്ടാവും. പിന്നെ അവിടെ നിന്ന് കണ്ടിട്ട് പിന്നെ സലാം പറഞ്ഞിട്ട് പിരിയല. പിന്നെ റൂമൊക്കെ നോക്കിയിട്ട് പിന്നെ ഞങ്ങൾ ചായയൊക്കെ കുടിച്ചിട്ട് അവിടെ നിന്ന് വന്നിട്ട് പിന്നെ റംസീനൻ്റെ അടുത്ത് കുറച്ചിരുന്ന് ബുഷറ അങ്ങോട്ടും പോയി. പിന്നെ ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നെക്സ്റ്റ് വീഡിയോ കാണാം. ബായ്.